ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിന്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ എത്തുന്നു. അവിടെ ഇപ്പോൾ KFC അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണം KFC അനിൽ അംബാനിയുടെ കമ്പനിയിൽ നടത്തിയ നിക്ഷേപം അഴിമതിയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉയർത്തിയിരുന്നത്. ആ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ KFC ഓഫീസിലേക്ക് ഇരച്ചു കയറുകയാണ്. അതിന് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. KFCയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. അതേസമയം തന്നെ PV അൻവറിന്റെ കേസ് ഇപ്പോൾ കോടതി പരിഗണിക്കുകയാണ്. റിനു ശ്രീധർ നമുക്കൊപ്പം ചേരുന്നു. റിനു ശ്രീധർ, യൂത്ത് കോൺഗ്രസ് മാർച്ചാണ്, ഒട്ടേറെ പ്രവർത്തകരുണ്ടോ ഈ KFCയിലെ ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ? ആരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ KFCയുടെ ഓഫീസിൽ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്? റിനു ശ്രീധർ. റിനു ശ്രീധർ, കേൾക്കാമെങ്കിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ KFC ഓഫീസിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്? റിനു ശ്രീധർ. ഇപ്പോൾ KFCയുടെ ആസ്ഥാനത്ത് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന മാർച്ചാണ്. ആ പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. അവരിപ്പോൾ ഓഫീസിൽ കുത്തിയിരുന്ന് ഉപരോധിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. KFC എന്ന കമ്പനി 60 കോടിയിലധികം രൂപ, 101 കോടി രൂപ സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടാക്കി എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. എന്നാൽ ഈ വിഷയം തോമസ് ഐസക് വന്നും ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കും ഇപ്പോഴത്തെ ധനമന്ത്രി KN ബാലഗോപാലും നിരാകരിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ VD സതീശന്റെ പ്രതികരണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിനെയും വിമർശിച്ചാൽ എന്തും ചെയ്യും എന്നുള്ളൊരു മെസ്സേജാണ്. ആ നടപടിയിൽ ഞങ്ങൾ അതിശക്തമായി പ്രതിഷേധിക്കുന്നു. പിന്നെ ഒരു വിഷയമുണ്ട് അവിടെ. കാരണം ഈ വന്യജീവി മനുഷ്യനും തമ്മിലുള്ള സംഘർഷത്തിൽ ആന ചവിട്ടി കൊല്ലുന്നത് തുടർച്ചയായി മാറുകയാണ്. ഗവൺമെൻറ് നിസ്സംഗരായിരിക്കുകയാണ്, ഒരു കാര്യവും ചെയ്യുന്നില്ല. വന്യജീവികളുടെ ആക്രമണവും പുതിയ വനനിയമത്തിനുണ്ടാകാൻ പോകുന്ന ഭേദഗതിയും വലിയൊരു അരക്ഷിതത്വ ബോധം ആ മേഖലയിലുള്ള ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടാകും. അവിടെ പോലീസും ഫോറസ്റ്റും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും വളരെ നയപരമായ ഒരു സമീപനമാണ് സ്വീകരിക്കേണ്ടത്. അതിന് പകരം ആ സമരത്തിന് MLAക്ക് സമരത്തിന് നേതൃത്വം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? MLAയുടെ നിയോജക മണ്ഡലത്തിൽ ഒരാളെ ആന ചവിട്ടിക്കൊന്ന് വലിയ സംഘർഷം നിൽക്കുന്ന സമയത്ത് ജനങ്ങളുടെ കൂടെയല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ പേരിൽ ജാമ്യമില്ലാത്ത കേസെടുത്ത് MLAയുടെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്ന നടപടിയോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറയുന്നത് ആവർത്തിക്കുന്നു, ഇത് കേരളമാണ്. രാഷ്ട്രീയകാര്യ സമിതി യോഗം അത് ചർച്ച ചെയ്യില്ല. അത് പിന്നീട് അത് രാഷ്ട്രീയമായി എടുക്കേണ്ട തീരുമാനം. അതും ഇന്നലെ ഉണ്ടായ സംഭവമായിട്ട് യാതൊരു ബന്ധമില്ല. ആരെ സ്വാഗതം ചെയ്ത്? അല്ല, UDF അല്ലേ തീരുമാനിക്കേണ്ടത്. UDFൽ ഒരു കക്ഷി എടുക്കണമെങ്കിൽ UDF ആണ് തീരുമാനിക്കേണ്ടത്. അതിൻ്റെ അകത്ത് UDFന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം. ആ തീരുമാനം ഘടകകക്ഷികളെ അറിയിക്കണം. അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. അതിൻ്റെ സമയമായിട്ടില്ല. സമയമാകുമ്പോൾ ആലോചിക്കും. അല്ല, MLA അടിച്ചു തകർത്തൊന്നുമില്ലല്ലോ. MLA അടിച്ചു തകർത്തതായിട്ടുള്ള വിഷ്വൽ വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടോ? എനിക്കറിയില്ല, ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ UDFൻ്റെ ചെയർമാനാണ്. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു സംഭാഷണവും നടത്തിയിട്ടില്ല. ഒരാളെ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ UDF നേതൃത്വം ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അല്ലല്ല, ഈ വിഷയത്തിൽ ഞങ്ങൾ നേരത്തെ തന്നെ ഇവിടെ നിങ്ങൾ കോതമംഗലത്തും കുട്ടമ്പുഴയിലും സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് UDFും ആ പ്രക്ഷോഭത്തിൻ്റെ പാതയിലാണ്. കഴിഞ്ഞ UDF യോഗം മലയോര ജാഥ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടാണ്. വന്യജീവിയും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം. KFC ഓഫീസിലെ പ്രതിഷേധം, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ബലപ്രയോഗത്തിലേക്ക് കടക്കുന്നു. KFC ഓഫീസിൽ പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് ചെറിയ ബലപ്രയോഗത്തിലൂടെ നീക്കം ചെയ്യാൻ ശ്രമിക്കുകയാണ്. KFC ഓഫീസ് ഉപരോധിക്കുകയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചെയ്യുന്നത്. നമുക്കിപ്പം റിനു ശ്രീധർ ചേരുന്നുണ്ട്. റിനു ശ്രീധർ, പോലീസിന് നേരിയ ബലം പ്രയോഗിക്കേണ്ടി വരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ ഓഫീസ് ഉപരോധിച്ചിരിക്കുകയാണ്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ KFC ഉപരോധം നടക്കുന്നത്.